അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. സങ്കീർത്തന പുസ്തകത്തിന് വായന 107 അധ്യായം 20 തിരുവചനം. തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തെ അറിഞ്ഞ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകുന്ന അമ്മ നിശ്ചയമായും പരിശുദ്ധ മറിയമാണ്. വീണുപോവേണ്ട എത്ര വലിയ തകർച്ചകളിൽ നിന്നാണ് മറിയം നമ്മെ കോരിയെടുത്തിട്ടുള്ളത്. അമ്മയ്ക്ക് ഇതെങ്ങനെയാണ് കഴിയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തെ അള്ളിപ്പിടിച്ച് ജീവിത വിജയം നേടിയവളാണ് പരിശുദ്ധാമ്മ. തകർന്നു പോകേണ്ട എത്രയോ സാഹചര്യങ്ങളാണ് അവൾക്ക് ഒന്നിനു പിറകെ ഒന്നായി കടന്നു വന്നത്. പുത്രനഷ്ടത്തിൽ വെന്തുരുകുന്ന മറിയത്തെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ആരുടെ ചങ്കാണ് തകരാതിരിക്കുന്നത്? കപ്പൽ കടൽക്കാറ്റിൽ ആടിയുലയുന്നത് കണക്കുള്ള തകർച്ചകളാണ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നിട്ടും അവൾ അതിജീവിച്ചത് കർത്താവിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചാണ്. കർത്താവ് തകർച്ചയിൽ നിന്ന് രക്ഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ടാണ്. പൗലോസ്ലീഹായാണ് മറ്റൊരു മനുഷ്യൻ. വായിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3 പ്രേക്ഷിത യാത്രകളും സമയമെടുത്ത് വായിക്കണം. ആ യാത്രകളൊന്നും അത്ര സുഖകരമായിരുന്നില്ല. കപ്പൽ ദിശയറിയാതെ രാവ് പകലുകളാക്കിയതും വെള്ളത്തിൽ ഒഴുകി നടന്നതും എല്ലാം വായിച്ചു മിഴിപൂട്ടി. ഈ മനുഷ്യൻ ഇതിനെയെല്ലാം എങ്ങനെ അതിജീവിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് തകർച്ചയിൽ നിന്ന് കരകയറ്റുമെന്ന ബോധ്യമാണ് ഇയാൾക്ക് ലഹരിയായതെന്ന് ആരോ കാതിൽ മന്ത്രിക്കുന്നുണ്ട്. പ്രിയ കുഞ്ഞ്, നീയും തകർച്ചയുടെ വക്കിലാണോ? നിരാശപ്പെടേണ്ട. അമ്മ മറിയത്തെ കൂട്ടുപിടിച്ച് ഈ വചനങ്ങൾ ഉച്ചരിച്ചാൽ നിശ്ചയമായും ഈ അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്നു മുതൽ പൗലോസ്ലീഹായെ പോലെ നമുക്കും പറയാം, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല. ഇത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 8 തിരുവചനമാണ്. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.